ഹലോ, വെൽക്കം ബാക്ക് ടു എയിം സ്റ്റഡി സെൻറ്റർ അഗെയിൻ. 2027 ആദ്യം നടക്കാൻ വേണ്ടി പോകുന്ന LP UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാപ്ഷോട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓരോ വീഡിയോയിലും ഞാൻ ഓരോ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യില്ല, അത് നമ്മുടെ ക്ലാസ്സിലായിരിക്കും ചെയ്യുന്നത്. സോ വാച്ച് ദിസ് വീഡിയോ. ഐ എം ഡോക്ടർ വി ബാലകൃഷ്ണൻ for AIM Study Center, Palakkad. So today's question, ascendance submission reaction study മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞന്മാർ ആരൊക്കെ? ഒറ്റരാൾ മുന്നോട്ട് വെച്ച സിദ്ധാന്തമല്ല, 2 പേർ കൂടി മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ്. സോ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. എന്താണ് അസെൻഡൻസ്, എന്താണ് സബ്മിഷൻ? ഒരാൾ ഒരു കാര്യം എപ്പോഴും ഡോമിനൻ്റായി മുന്നോട്ട് പോകുന്നു, മറ്റൊരാൾ കീഴടങ്ങി സബ്മസീവാവുന്നു, കീഴടങ്ങുന്നു. അപ്പോൾ ചില ആളുടെ വ്യക്തിത്വം എപ്പോഴും ഡോമിനൻ്റ് ആയിരിക്കും, അസെൻഡൻസ് ആയിരിക്കും, കയറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ചിലത് ഒരു സബ്മിസീവായിരിക്കും, പിൻവലിയുന്നതോ ഉൾവലിയുന്നതോ കീഴടങ്ങുന്നതുമായിരിക്കും. ഈ അസെൻഡൻസ് എന്ന് വെച്ചാൽ ആരോ മാർക്ക് മേലോട്ട്, സബ്മിഷൻ എന്ന് വെച്ചാൽ ആരോ മാർക്ക് താഴോട്ട്. സോ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞന്മാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരത്തിലേക്ക് വരാം. അതായത് 2 ആളുടെ പ്രധാനപ്പെട്ട ചിത്രം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗോർഡൻ ആൽപോർട്ട്, വ്യക്തിത്വത്തിലെ പേഴ്സണാലിറ്റി ഡിസ്പൊസിഷൻ തിയറിയുടെ വക്താവായ ഗോർഡൻ ആൽപോർട്ട്, വ്യക്തിത്വ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോർഡൻ ആൽപോർട്ട് എന്ന പ്രമുഖ മാനവികതാവാദിയായ മനഃശാസ്ത്രജ്ഞനാണ് ഗോർഡൻ ആൽപോർട്ട്. പിന്നെ ഇദ്ദേഹം ഫ്ലോയ് ആൽപോർട്ട്. അപ്പോൾ ഗോർഡൻ ആൽപോർട്ടും ഫ്ലോയ് ആൽപോർട്ടും മുന്നോട്ട് വെച്ച ഒരു വ്യക്തിത്വ പരീക്ഷണ സിദ്ധാന്തമാണ് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ഇനി പേര് മറന്നു പോകരുത്, രണ്ടും ഒരേ പേരുകളാണ്. ഞാൻ നിങ്ങൾക്ക് അവരുടെ ചിത്രങ്ങൾ മുന്നോട്ട് വെച്ച് തന്നിട്ടുണ്ട്. ഒന്ന് ഗോർഡൻ ആൽപോർട്ട്, മറ്റൊന്ന് ഫ്ലോയ് ആൽപോർട്ട്. ഈ 2 പേരും കൂടി എഴുതിയ പുസ്തകത്തിലാണ് ഈ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞു വന്നത്. ഇത് ഒരു വ്യക്തിത്വ പരീക്ഷണ രീതിയാണ്, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. നോക്കുക, വ്യക്തി സാമൂഹ്യ സാഹചര്യങ്ങളിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുകയോ കീഴടങ്ങുകയോ ചെയ്യുന്നു എന്ന് പഠിക്കാവുന്നതാണ്. ചില സാമൂഹ്യ സാഹചര്യത്തിൽ ചില വ്യക്തികൾ മുന്നോട്ട് വരികയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെമിനാർ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് നടക്കുകയാണ്, കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് അവരുടെ ആശയം വ്യക്തമാക്കും. ചിലവർ എത്ര തന്നെ പറഞ്ഞാലും മടി കൊണ്ട് അവിടെ തന്നെ ഇരിക്കും. ഇത് യഥാർത്ഥത്തിൽ ചിലരുടെ വ്യക്തിത്വത്തിൽ മുഴച്ചു നിൽക്കുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്വഭാവ രീതിയുണ്ട്. മറ്റു ചിലരുടെ വ്യക്തിത്വത്തിൽ സബ്മിസീവായിട്ടുള്ളൊരു രീതിയുമുണ്ട്. ചില ആൾ തർക്കിക്കാൻ വേണ്ടി പോവും, ചില ആൾ തർക്കം ഒഴിവാക്കിക്കൊണ്ട് സബ്മിസീവായി നിൽക്കും. അപ്പോൾ ഈ ചോദ്യം നോക്കുക ഒന്നുകൂടി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. പലപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ അസെൻഡൻസ് റിയാക്ഷൻ സബ്മിഷൻ സ്റ്റഡി ഈസ് റിലേറ്റഡ് ടു, അതേതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ബുദ്ധിയാണോ? അല്ല. അഭിപ്രേരണയാണോ? അല്ല. പിന്നെയോ മറ്റേതെങ്കിലും ഗവേഷണ ഉപാധിയായിട്ടാണോ? അല്ല. മറിച്ച് അവരുടെ വ്യക്തിത്വത്തിലെ സവിശേഷത അളക്കാനുള്ള, ആ വ്യക്തിത്വത്തിൽ എത്രത്തോളം മുഴച്ചു നിൽക്കുന്ന സ്വഭാവമുണ്ട്, ഡോമിനൻ്റ് ആയിട്ടുള്ള സ്വഭാവമുണ്ട്, അസെൻഡിങ് നേച്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും, എന്നാൽ കുറേ വ്യക്തികളുടെ ജീവിതത്തിലോ വ്യക്തിത്വത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ സബ്മിസീവായ കാര്യങ്ങളോ ഉണ്ടാകും. അതാണ്
ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. ഇവർ രണ്ടുപേരും, അതായത് ഗോർഡൻ ആൽപോർട്ട് ആൻഡ് ഫ്ലോയ് ആൽപോർട്ട്. അതായത് വ്യക്തിത്വ പരീക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടതാണ്. സോ അസെൻഡൻറ്റ് സബ്മിസീവ് റിയാക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പേഴ്സണാലിറ്റി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. വ്യക്തി സാമൂഹ്യ സാഹചര്യങ്ങളിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുകയോ മുഴച്ചു നിൽക്കുകയോ ഡോമിനൻ്റ് ആവുകയോ അല്ലെങ്കിൽ കുറേ കൂടി അഗ്രസീവ് ആവുകയോ ചെയ്യുക, അതേസമയം മറ്റു ചിലർ അതേ സമൂഹത്തിൽ തന്നെ പിന്നെ കുറേ കൂടി റിസ്ട്രെയിനിങ് ആവുക, പിന്നോട്ട് മാറി നിൽക്കുക, സബ്മിസീവ് ആവുക, കീഴടങ്ങുക, പിൻവലിയുക, ഉൾവലിയുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നിട്ട് നിൽക്കുകയും പിന്നോട്ട് നിൽക്കുകയും ഡോമിനൻ്റ് ആവുകയും റിസ്ട്രെയിനിങ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് വ്യക്തിത്വ മനഃശാസ്ത്ര പഠന രീതിയിലെ ഒരു രീതിയാണ്. അത് മുന്നോട്ട് വെച്ചത് ഗോർഡൻ ആൽപോർട്ട്, ഫ്ലോയ് ആൽപോർട്ട്, ഈ രണ്ടു പേരും ചേർന്നാണ്. സോ ഇതാണ് ഇന്നത്തെ സ്നാപ്ഷോട്ട് വീഡിയോ. എയിം സ്റ്റഡി സെൻ്ററിന് വേണ്ടി ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. സോ ദാറ്റ് അവർ ഫ്രീ വീഡിയോസ് വിൽ ബി റീച്ചിങ് യു timely. And this is Dr. V. Balakrishnan signing off today for AIM Study Center, Palakkad. See you again. Until then, goodbye.